അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, കോൺസെപ്റ്റ്സ് ആൻഡ് കൺവെൻഷൻസ്. അക്കൗണ്ടിങ്ങിൻ്റെ ഡിസിപ്ലിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ യൂസേഴ്സിന് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അത് പല വേരിയസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യും. അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് കീപ്പിംഗ് എന്ന് പറയുന്ന പ്രാക്ടീസ് പലരും ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻ ഡിഫറെൻ്റ്ലിയാണ് പ്രാക്ടീസ് ചെയ്തു വരുന്നത്. യൂണിഫോമിറ്റിയും കൺസിസ്റ്റൻസിയും റെക്കോർഡ് കീപ്പിങ്ങിൽ വരുത്താൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ് പ്രൊഫഷൻ വേരിയസ് സെറ്റ് ഓഫ് റൂൾസ്, കൺവെൻഷൻസ്, സ്റ്റാൻഡേർഡ്സ്, പ്രൊസീജിയേഴ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള റൂൾസ്, പ്രൊസീജിയേഴ്സ്, സ്റ്റാൻഡേർഡ്സ് ഒക്കെ യൂണിവേഴ്സലി പ്രാക്ടീസ്ഡും ജനറലി അക്സെപ്റ്റഡും ആയിട്ടുള്ളതാണ്. എന്തിന്? കമ്പാരബിലിറ്റി, കൺസിസ്റ്റൻസി ഒക്കെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്. ഈ പറയുന്ന കോമൺ സെറ്റ് ഓഫ് റൂൾസ്, കൺവെൻഷൻ, സ്റ്റാൻഡേർഡ്, പ്രൊസീജിയേഴ്സിനെയൊക്കെയാണ് നമ്മൾ ഗ്യാപ്പ് അല്ലെങ്കിൽ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഗ്യാപ്പ് എന്ന് പറയുന്നത് എക്കണോമിക് ഇവൻറ്റ്സിനെ നമ്മൾ എങ്ങനെ റെക്കോർഡ് ചെയ്യണം അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഇത് യൂസ് ചെയ്യുന്നത് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേരിയസ് ഓർഗനൈസേഷൻസ് ആണ് ഈ ഗ്യാപ്സ് യൂസ് ചെയ്യുന്നത്. ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്യുന്നത്. ഓർഗനൈസേഷൻ എന്തിനാണ് ഇത് ഫോളോ ചെയ്യുന്നത്? ഒരു ഒപ്റ്റിമം ലെവൽ കൺസിസ്റ്റൻസിയിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ യൂസേഴ്സിന് ഈ പറയുന്ന അവരുടെ ഫിനാൻഷ്യൽ ഇൻഫർമേഷനൊക്കെ കമ്പാരിസൺ ചെയ്യാനും അനലൈസ് ചെയ്യാനും എല്ലാം വേണ്ടിയിട്ട് അവരെ ഹെൽപ്ഫുള്ളായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഗ്യാപ്പ് ഓർഗനൈസേഷൻസ് യൂസ് ചെയ്യുന്നത്. അതായത് ഓർഗനൈസേഷൻസ് ഗ്യാപ്പ് ഫോളോ ചെയ്യുന്നത് യൂസേഴ്സിന്, എന്തിൻ്റെ? അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ യൂസേഴ്സിന് ഒരു ഒപ്റ്റിമം ലെവൽ കൺസിസ്റ്റൻസി അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ വരുത്താനും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസസിന് കമ്പനീസ് അനാലിസിസ് നടത്താനും ഹെൽപ്ഫുള്ളായിട്ടാണ്. ഇങ്ങനെയുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് റിസർച്ചിൽ നിന്നും അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രാക്ടീസസിൽ നിന്നും റെഗുലേറ്റേഴ്സിൻ്റെ പ്രൊനൗൺസ്മെൻറ്റിൽ നിന്നുമൊക്കെയാണ് ഈ പറയുന്ന അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഗ്യാപ്പൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ FS പ്രിപ്പയർ ചെയ്യുന്നത് ICAI ഇഷ്യൂ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്യുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ബേസിസിലാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇന്ത്യയിൽ പ്രിപ്പയർ ചെയ്യുന്നത്. മാത്രമല്ല വേരിയസ് റെസ്പെക്റ്റീവ് ആപ്ലിക്കബിൾ സ്റ്റാറ്റ്യൂട്ട്സ് ലേ ഡൗൺ ചെയ്തിരിക്കുന്ന ലോ അനുസരിച്ചുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ലൈക്ക് ഷെഡ്യൂൾ 3 ടു കമ്പനീസ് ആക്ട് 2013 അതെന്ന് പറയുന്ന എല്ലാ കമ്പനീസും ഫോളോ ചെയ്യണം. അത് ഷെഡ്യൂൾ 3-ലാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ പല കാര്യത്തിൻ്റെയും ഒരു ഫോമാറ്റ് പറയുന്നത്. ഷെഡ്യൂൾ 3-ൽ പാർട്ട് 1 പാർട്ട് 2 ഉണ്ട്. ബാലൻസ് ഷീറ്റും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് P&L. സോ ഇത്രയേ ഉള്ളൂ. ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ്റെ യൂസേഴ്സിന്, ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ യൂസേഴ്സിന് ഒരു അവർക്ക് വേണ്ടുന്നുള്ള റെലവൻറ്റ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി. അതിന് വേണ്ടിയിട്ട് അവർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നു. സോ ഈ റെക്കോർഡ് കീപ്പിങ്ങിൻ്റെ പ്രാക്ടീസ് പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. യൂണിഫോമിറ്റിയും കൺസിസ്റ്റൻസിയും റെക്കോർഡ് കീപ്പിങ്ങിന് വരുത്താൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ്ങിൽ വേരിയസ് സെറ്റ് ഓഫ് റൂൾസ്, കൺവെൻഷൻ, സ്റ്റാൻഡേർഡ്, പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇതിനെ നമ്മൾ ഗ്യാപ്പ് എന്ന് പറയുന്നു. ഗ്യാപ്പ് എന്ന് പറയുന്ന എക്കണോമിക് ഇവൻറ്റ്സിനെ എങ്ങനെ റിപ്പോർട്ട് ചെയ്യണമെന്നും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർഗനൈസേഷൻ എങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്യണമെന്നും ഉള്ള ഒരു ഇൻഡിക്കേഷനാണ്. ഓർഗനൈസേഷൻ ഇത് യൂസ് ചെയ്യുന്നത് യൂസേഴ്സിന് ഒപ്റ്റിമം ലെവൽ കൺസിസ്റ്റൻസി കൊടുക്കാനും കമ്പനീസിനെ അനാലിസിസ് നടത്താൻ, എന്തിന്? ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടും. ഇങ്ങനെയുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് വേരിയസ് റിസർച്ചും അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രാക്ടീസസും റെഗുലേറ്റേഴ്സിൻ്റെ പ്രൊനൗൺസ്മെൻറ്റിൽ നിന്നൊക്കെയാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. എന്ത്? അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ഗ്യാപ്പ് ഇന്ത്യയിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് വേരിയസ് ആപ്ലിക്കബിൾ സ്റ്റാറ്റ്യൂട്ട്സ് ലൈക്ക് ഷെഡ്യൂൾ 3 ടു കമ്പനീസ് ആക്ട് 2013-ഉം ICAI പുറപ്പെടുവിച്ചിട്ടുള്ള വേരിയസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ബേസിസിലാണ് FS ഇന്ത്യയിൽ പ്രിപ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക്, കോൺസെപ്റ്റ് ഓഫ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് ആൻഡ് അക്കൗണ്ടിങ് കൺവെൻഷൻസ്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള റൂൾസ് ആണ്. എന്തിന്? ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാനും ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു പ്രൈമറി സ്റ്റാൻഡേർഡായിട്ട് ആക്ട് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള റൂൾസിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് കുറേ റൂൾസാണ്. ട്രാൻസാക്ഷൻസിനെയൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് റൂൾസ്, ബേസിക് റൂൾസാണ്.
അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ കുറേ സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. എന്തിന്? സയൻറ്റിഫിക് അക്കൗണ്ടിങ് പ്രാക്ടീസസ് ആൻഡ് പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ടുള്ള കുറേ സ്റ്റാൻഡേർഡ്സ് ആണ് ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് തരുന്നത്. അവർ നമ്മളെ ഗൈഡ് ചെയ്യുന്നു. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് നമ്മളെ ഗൈഡ് ചെയ്യുന്നു എങ്ങനെയൊക്കെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം എന്നതിന് നമ്മളെ ഗൈഡ് ചെയ്യുന്നു. മാത്രമല്ല യൂണിഫോമിറ്റി, അണ്ടർസ്റ്റാൻഡബിലിറ്റി ഒക്കെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഹെൽപ്പ് ചെയ്യുന്നു. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത് അതെങ്ങനെയാണോ അതുപോലെയാണ്. ഏതൊക്കെ സാഹചര്യങ്ങൾ, ഏതൊക്കെ സിറ്റുവേഷനിൽ, ആസ് ഇഫ് ദേ ഹാപ്പൻ ടു ബി ഒബ്ജക്റ്റീവ് ആണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ യൂസബിൾ ഇൻ പ്രാക്ടിക്കൽ സിറ്റുവേഷനിലാണ് അത് യൂസബിൾ എങ്കിൽ ആ രീതിയിൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അത് റിലയബിൾ ആണെങ്കിൽ, വിശ്വസിക്കാൻ പറ്റുന്നതാണെങ്കിൽ, ഫീസിബിൾ മീൻസ് വലിയ കോസ്റ്റ് ഒന്നും ഇൻക്വയർ ചെയ്യാതെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, കോംപ്രിഹെൻസീവ് ടു ദോസ് വിത്ത് എ ബേസിക് നോളജ് ഓഫ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസിൻ്റെയും അക്കൗണ്ടിങ്ങിനെയും ഒരു ബേസിക് നോളജെങ്കിലും ഉള്ളവർക്ക് കോംപ്രിഹെൻസിബിൾ ആണ്, അണ്ടർസ്റ്റാൻഡബിൾ ആണ്. ഈ ഒരു രീതിയിലൊക്കെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആവുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. ആസ് സച്ച് അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? അക്സെപ്റ്റ് ചെയ്യുന്നു. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് ആവാം, അല്ലെങ്കിൽ അക്കൗണ്ടിങ് കൺവെൻഷൻസ് ആവാം. അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് എന്ന് പറയുമ്പോൾ വേരിയസ് അസംഷൻസും കണ്ടീഷൻസും ആണ്. അത് നമുക്ക് എന്ത് പറയുന്നു? ഒരു അക്കൗണ്ടിങ് ഓപ്പറേറ്റ് ചെയ്യുന്ന അതിൻ്റെ പാരാമീറ്റേഴ്സും കൺസ്ട്രെയിൻസിനെയൊക്കെ ഡിഫൈൻ ചെയ്യുന്നു. അതായത് എന്തിൻ്റെ ഉള്ളിൽ നിന്നാണോ അക്കൗണ്ടിങ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അതിനെ ഡിഫൈൻ ചെയ്യുന്ന വേരിയസ് പാരാമീറ്റേഴ്സ്, കൺസ്ട്രെയിൻസിനെയൊക്കെ ഡിഫൈൻ ചെയ്യുന്ന അസംഷൻസും കണ്ടീഷൻസും. കുറേ അസംഷൻസും കണ്ടീഷൻസൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ കുറേ അസംഷൻസും കണ്ടീഷൻസൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ അക്കൗണ്ടിങ് നടത്തുന്നത്. അതിനെയാണ് അക്കൗണ്ടിങ്ങിൽ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. ഇത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൻ്റെ ഫൗണ്ടേഷൻ ലേ ഡൗൺ ചെയ്യുന്നു. എന്ത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്? ലോജിക്കൽ കൺസിഡറേഷൻ്റെയും സൗണ്ട് ബേസിസിൽ ഫിനാൻഷ്യൽ ഫാക്റ്റിനെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഉറപ്പുവരുത്തുന്നു. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൻ്റെ ഫൗണ്ടേഷനായിട്ട് ആക്ട് ചെയ്യുന്നു. മാത്രമല്ല ലോജിക്കലായിട്ടുള്ള ഒരു കൺസിഡറേഷൻസ് അല്ലെങ്കിൽ സൗണ്ട് ആയിട്ടുള്ള ബേസിസ് അതിൻ്റെയൊക്കെ പുറത്ത് ഉള്ള ഫിനാൻഷ്യൽ ഫാക്റ്റിനെ റെക്കോർഡ് ചെയ്യുക, ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യുക, അത് എൻഷുർ ചെയ്യുന്നു. എന്ത്? അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ്. കോമൺ ആയിട്ടുള്ള അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് എൻറ്റിറ്റി കോൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, പീരിയോഡിസിറ്റി കോൺസെപ്റ്റ്, മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്, accrual concept, dual aspect concept, matching concept, realization concept, cost concept. ഈ പറയുന്ന കോൺസെപ്റ്റൊക്കെയാണ് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ്. വേരിയസ് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് ആണ് ഈ പറയുന്നതെല്ലാം. എക്സാമ്പിളാണ്. ഇനി അക്കൗണ്ടിങ് കൺവെൻഷൻ എന്ന് പറയുമ്പോൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കുറേ കസ്റ്റംസ്, മെത്തേഡ്സ്, പ്രൊസീജിയേഴ്സ്, ഗൈഡ് ലൈൻസ്, ഇതിനൊക്കെയാണ് അക്കൗണ്ടിങ് കൺവെൻഷൻസ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് കൺവെൻഷൻസ് വൈഡ്ലി അക്സെപ്റ്റഡ് ആണ്. ഇത് നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഗൈഡ് ലൈനായിട്ട് യൂസ് ചെയ്യുന്നു കോമൺ പ്രാക്ടീസിൽ. അക്കൗണ്ടിങ് കൺവെൻഷൻസ് അക്കൗണ്ടിങ് പ്രൊഫഷൻ്റെ നെസസറി പാർട്ടാണ്. മൾട്ടിപ്പിൾ ഓർഗനൈസേഷൻ എങ്ങനെയാണോ ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇത് ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ ഫാക്ട്സിൻ്റെയും ഫിഗേഴ്സിൻ്റെയും റിലയബിൾ ആയിട്ടുള്ള കമ്പാരിസണ് ഇത് അലോ ചെയ്യുന്നു. അക്കൗണ്ടിങ് കൺവെൻഷൻസ് അലോ ചെയ്യുന്നു. പക്ഷേ അക്കൗണ്ടിങ് കൺവെൻഷൻസ് ടൈം ടു ടൈം ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ട്രാൻസാക്ഷൻ ഡീൽ ചെയ്യുന്ന പ്രാക്ടീസിൽ അല്ലെങ്കിൽ ജനറൽ ഒപ്പീനിയനിൽ ഒരു ഷിഫ്റ്റ് അത് റിഫ്ലക്റ്റ് ചെയ്യാം. ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് കൺവെൻഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം, കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി, കൺവെൻഷൻ ഓഫ് മെറ്റീരിയാലിറ്റി, കൺവെൻഷൻ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ.